ശരീരത്തിലെ മൊത്തത്തിൽ നീർക്കെട്ട് എങ്ങനെ ഒഴിവാക്കാം? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ശരിക്കും നീർക്കെട്ട് ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. പാം ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറാണ്. അതിനുള്ള ഒരു അടിപൊളി ഡ്രിങ്ക്, അതാണ് ഇന്നത്തെ മെയിൻ വിഷയം. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കോളും. ഏറ്റവും നല്ലതാണ്. നമ്മൾ ലഡു ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം വേറൊന്നും കഴിക്കില്ല, നേരെ നമ്മൾ ബ്ലഡിലേക്ക് പഞ്ചസാര ഇടുന്ന പോലെ ഉണ്ടാവുക. എന്താണ് ഈ നീർക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശരീരത്തിലെ മൊത്തത്തിൽ നീർക്കെട്ട് എങ്ങനെ ഒഴിവാക്കാം, അതിനുള്ള ഒരു അടിപൊളി ഡ്രിങ്ക്, അതാണ് ഇന്നത്തെ മെയിൻ വിഷയം. ആ ഒരു ഡ്രിങ്കിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീർക്കെട്ട് നല്ല രീതിയിൽ നമുക്ക് ഒഴിവാക്കാം. അത് ഞാൻ പറയുന്നതിന് മുന്നേ എന്താണ് ഈ നീർക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാതെ വെറുതെ അവിടെ ഇവിടെ വരുമ്പോഴേക്ക് നമ്മളത് നീർക്കെട്ടാണ്, ഒന്ന് വെയിൽ കൊണ്ടപ്പോൾ നീരിറങ്ങി എന്ന് പറയും. വെറുതെ ഇങ്ങനെ കുറേ അസുഖങ്ങൾ നമ്മൾ നീർക്കെട്ട് എന്ന് വിളിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അത് ശരിയല്ല. അപ്പോൾ ആ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കിയിട്ട് ഞാൻ ആ ഡ്രിങ്കിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഈ നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ മെക്കാനിസമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ അടിച്ചു, ആ അടിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇവിടെ ഒരു മുറിയായി എന്തോന്ന് കൊണ്ടിട്ട്. അപ്പോൾ മുറിയാവുമ്പോൾ നമ്മുടെ സ്കിന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അവയവം, നമ്മുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയയും പുറത്തുനിന്നുള്ള വസ്തുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവയവത്തിന് ഒരു ഹോള് വരിക. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കൂടെ ബാക്ടീരിയ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവിടേക്ക് ഒരുപാട് ബ്ലഡിനെ ശരീരം പറഞ്ഞു വിടും. ഈ ബ്ലഡിലൊക്കെ പ്രതിരോധ കോശങ്ങളുണ്ടാവും. അപ്പോൾ ഈ ബ്ലഡിനെ ഒരുപാട് ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ അവിടെ ഇങ്ങനെ വീർത്ത് വരും. ഇതാണ് നമ്മൾ ജനറലി പറയുന്ന നീർക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലഡ് വന്നിട്ട് അവിടെ കുറച്ച് കെമിക്കൽസ് റിലീസ് ചെയ്യും. ആ കെമിക്കൽ ഇതിൽ അകത്തേക്ക് പ്രവേശിക്കുന്ന സാധനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ല സജ്ജമായിട്ട് നിൽക്കും. ഇതാണ് നീർക്കെട്ട് നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, വലിയ രീതിയിൽ പറയുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു അവസ്ഥ നിരന്തരമായിട്ടുള്ള നിന്നാള അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടി മാത്രം റിലീസ് ചെയ്യേണ്ട കെമിക്കലുകൾ ശരീരത്തിൽ എപ്പോഴും കൂടി കിടക്കുക, ഇൻ്റർലൂക്കിനും TNF ആൽഫയൊക്കെ. അപ്പോൾ കറക്റ്റ് കൂടി നിന്നാൽ നമ്മളെ തന്നെ കോശങ്ങൾ അത് ബാധിക്കാൻ തുടങ്ങും. ജോയിൻറ്റുകളെ ബാധിക്കും, തലച്ചോറിനെ ബാധിക്കും, തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു കെമിക്കൽസ് കാരണം വരും. ഇതാണ് നമ്മൾ നീർക്കെട്ട് എന്നുള്ളത് കൊണ്ട് സയൻറ്റിഫിക്കലി മെഡിക്കലി ഉദ്ദേശിക്കുന്ന നീർക്കെട്ട്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, ഈ നീർക്കെട്ട് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള നീർക്കെട്ടുകളല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ശരിക്കും നീർക്കെട്ട് ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. അതുപോലെ കുടലിൻ്റെ ആരോഗ്യം. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം മധുരം കേട്ടോ. മധുരം കഴിച്ചാൽ രണ്ട് വഴിയിലൂടെ അത് നീർക്കെട്ടുണ്ടാക്കും. ഒന്ന്, നമ്മൾ അധികം മധുരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഇൻസുലിൻ ഇങ്ങനെ കയറി നിൽക്കും. ഇൻസുലിൻ്റെ പ്രവർത്തനം നമുക്കറിയാം. ശരീരത്തിൽ ബ്ലഡിൽ ഈ ഗ്ലൂക്കോസ്, പഞ്ചസാരൻ്റെ അളവ് കൂടുമ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളാണ് ഇൻസുലിൻ. അപ്പോൾ എപ്പോഴും പഞ്ചസാരയാണ്. ലഡു കിട്ടി അത് തിന്നും, ജിലേബി കിട്ടി അപ്പുറത്തും ജിലേബി തിന്നും, ചോറാണെങ്കിൽ കൊട്ടക്കണക്കിന് ചോറ് തിന്നും. ഇങ്ങനെ ആകുമ്പോൾ ശരീരത്തിൽ ബ്ലഡിൽ എപ്പോഴും ഷുഗർ സ്പൈക്ക് ആയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് തിന്നുമെന്ന് എടുക്കുമ്പോൾ. അപ്പോൾ അതിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി എപ്പോഴും ഇൻസുലിൻ ഉണ്ടാവും. ഈ ഇൻസുലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര ഇൻഫ്ലമേറ്ററിയാണ്. അതായത് പെട്ടെന്ന് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയാണ്. കാരണം അത് ഒരുപാട് ഫാറ്റിനെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഫാറ്റുകൾ നമുക്ക് നന്നായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഈ ഏത് ഫാറ്റ് ഏറ്റവും ഡേഞ്ചർ എന്നറിയാം? നമ്മൾ ഈ വയറിൻ്റെ ചുറ്റുമുള്ള ഫാറ്റ്, ഇവിടെ വയറ് ചാടിങ്ങനെ നിൽക്കുമല്ലോ, ഈ ഫാറ്റ് ഒരുപാട് ഇങ്ങനത്തെ കെമിക്കൽസ് നന്നായിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. ഇത് നമുക്ക് ശരീരത്തിൽ മൊത്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുന്നു. പിന്നെ രണ്ടാമത്തെ വിഷയം, ഈ ഷുഗർ കൂടുതൽ കഴിക്കുമ്പോൾ വയറിൻ്റെ അകത്ത് ചീത്ത ബാക്ടീരിയ നന്നായിട്ട് കൂടും. അപ്പോൾ നമ്മൾ നല്ല ബാക്ടീരിയകൾക്ക് ശരിക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വീണ്ടും ഈ നീർക്കെട്ടിൻ്റെ അവസ്ഥ കൂടും. അപ്പോൾ രണ്ട് രീതിയിലായോ. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ. വെളിച്ചെണ്ണ അങ്ങനെ യൂസ് ചെയ്തോളൂ, വലിയ പ്രശ്നമില്ല. പക്ഷേ റിഫൈൻഡായിട്ട് വരുന്ന പാം ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറാണ്. അതിലൊരുപാട് ട്രാൻസ് ഫാറ്റുകളാണുള്ളത്. ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഭയങ്കര പ്രശ്നക്കാരനാണ്. ട്രാൻസ് ഫാറ്റ് മാത്രമല്ല, omega-6 ഉണ്ട്. ഇത് രണ്ടും ഈ റിഫൈൻഡായിട്ട് വരുന്ന ഓയിലുകൾക്കകത്തുണ്ട്. നമ്മൾ ഒരു ഓയിൽ വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്ത് റിഫൈൻഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത്. കാരണം അത്രക്കും കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് അത് ഡിയോഡറൻ്റ് ആഡ് ചെയ്ത് അതങ്ങനെ മാറ്റിയെടുക്കുന്ന എന്ത് തെളിഞ്ഞ സാധനമായിരിക്കും ഈ ഓയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ റിഫൈൻഡായിട്ട് വരുന്ന സൺഫ്ലവർ ഓയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ടാവും ഒരു വിധമൊക്കെ. അതിന് പ്രത്യേകിച്ചൊരു മണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്
അത്രയും കെമിക്കൽസ് ഇട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ അടിയിൽ ഇതിൻ്റെ അകത്ത് omega-6 ഫാറ്റി ആസിഡ് നന്നായിട്ട് കൂടും. ഈ omega-6 നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നീർക്കെട്ടുണ്ടാക്കും, ബ്ലോക്ക് ഉണ്ടാക്കും, ട്രാൻസ് ഫാറ്റുകൾ, ഫാറ്റി ലിവർ ഉണ്ടാക്കും, തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ട്രാൻസ് ഫാറ്റുകൾ ആണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് മനസ്സിലാക്കുക. പിന്നെ വേറൊന്ന്, നമ്മുടെ ശരീരം അനങ്ങാതിരിക്കുക, എക്സസൈസ് കുറയുക, ഉറക്കം. നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തോളം വെള്ളമില്ലാണ്ട് ജീവിക്കാം, 40 ദിവസത്തോളം ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കാം, ഉറക്കമില്ലാതെ 7 ദിവസം ജീവിക്കാം. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഭക്ഷണത്തിനേക്കാൾ ഏറ്റവും പ്രധാനം ഏതാണ്? ഉറക്കമാണ്. കാരണം നമ്മൾ ശരീരം ഉറങ്ങുമ്പോഴാണ് ആ ഒരു ദിവസം നമ്മൾ ശരീരം കൊണ്ട് നടക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഡാമേജുകളൊക്കെ അത് റിപ്പയർ ചെയ്യുന്നത് തുടങ്ങി അതിൻ്റെ അകത്ത് പുതിയ പുതിയ കാര്യങ്ങൾ, നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നതൊക്കെ ഈ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ അതിൽ കുറയുമ്പോൾ ശരീരത്തിന് മൊത്തത്തിൽ ഈ നീർക്കെട്ടും ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും ഒക്കെ കൂടി നിൽക്കും. ഇതിനെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ശരീരത്തിന് സമയം കിട്ടില്ല. അതാണ് ഉറക്കത്തിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഈ നീർക്കെട്ട് വരാൻ. ഇപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ പറയാൻ പോകുന്ന ഡ്രിങ്ക് നിങ്ങൾ കുടിക്കാം, പക്ഷെ അതിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടെ, കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സാധനം ഇതിന് കാരണമായിട്ട് പറഞ്ഞത് മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കോളൂ. ഏറ്റവും നല്ലതാണ് മധുരം. കട്ട മധുരങ്ങളൊന്നും ഒഴിവാക്കിക്കോളൂ. ചോറൊക്കെ കഴിച്ചോളൂ. അതിൽ നല്ല ഫൈബർ കൂട്ടി കഴിച്ചാൽ വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ലഡുവൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം വേറൊന്നും കഴിക്കില്ല. നേരെ നമ്മൾ ബ്ലഡിലേക്ക് പഞ്ചസാര ഇടുന്ന പോലെ ഉണ്ടാവുക കേട്ടോ, നേരിട്ട് അബ്സോർബ് ആവും. അപ്പോൾ ഷുഗർ ഒഴിവാക്കുക എന്നുള്ള ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തത് ഓയിൽ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് ഇതിന് പകരം ഈ omega-6 ഫാറ്റി ആസിഡുള്ള ഇത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും omega-3 കൂടുതൽ കഴിക്കുക. omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ ഗുളികകൾ, അതല്ലെങ്കിൽ എന്നും മീൻ കഴിക്കുന്ന ഒരുപാട് കൂട്ടുക. omega-3 നന്നായിട്ടുള്ള സാധനമാണ്. നമ്മളെ മത്തി, നത്തോലി എന്നുള്ള പറഞ്ഞുള്ള മീനുകളൊക്കെ. പിന്നെ നട്ട്സിൽ നമുക്ക് വാൾനട്ട്, കാഷ്യൂനട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് നട്ട്സിൽ കഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് omega-3 ഒരുപാട് കിട്ടും. അപ്പോൾ ഈ omega-3 omega-6 ഒരു ബാലൻസാണ് ശരീരത്തിലുള്ളത്. അപ്പോൾ അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നീർക്കെട്ട് നല്ല രീതിയിൽ കുറയും. ഈ നീർക്കെട്ടുള്ള ആളുകൾക്ക് നമ്മൾ omega-3 കൊടുക്കുന്ന അതിൻ്റെ ക്യാപ്സ്യൂൾസ് കൊടുക്കുമ്പോൾ നല്ല റാഹത്ത് കിട്ടാറുണ്ട്. ഇത് കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടർ അതിൻ്റെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടിയെന്ന് ഇപ്പം മിഞ്ഞാന്ന് കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു പേഷ്യൻറ്റ് ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ ഒരു സുഖം, ശരീരത്തിൻ്റെ ഒരു ഉണർവ്, ഒരു ഉന്മേഷം വന്ന പോലെ ഫീൽ ചെയ്യുന്നു. ആ ഒരു ക്ഷീണം വന്നപ്പോൾ പോയി എന്നുള്ളത് പറയും. അപ്പോൾ ആ രീതിയിൽ omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ ഗുളിക നമ്മൾ കഴിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് വ്യായാമം, തടി ഒന്ന് ഇളകണം. ചെറിയ രീതിയിലെങ്കിലും ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ദിവസം എക്സസൈസ് ചെയ്യുക. അങ്ങനെ ആഴ്ചയിൽ ഒരു 5 ദിവസങ്ങൾ ചെയ്താൽ മതി. അതാണ് നമ്മൾ WHO ഒക്കെ പറയുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത്. പിന്നെ ഉറക്കം 7 മണി മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കണം. വെള്ളം കുടിക്കുന്നത് 2.5 ലിറ്റർ വെള്ളം ദിവസം കുടിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡ്രിങ്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഡ്രിങ്കിൻ്റെ പ്രത്യേകത മെയിനായിട്ടും മഞ്ഞൾപ്പൊടിയാണ്. പക്ഷേ മഞ്ഞൾപ്പൊടി നമ്മൾ ഇങ്ങനെ നേരിട്ട് കഴിച്ചാൽ അതിൻ്റെ അളവ് കൂടാനും പാടില്ല. നേരിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ എത്തൂല. അതിങ്ങനെ വായിലൂടെ കഴിക്കുന്നു, താഴത്തു കൂടെ ഇങ്ങനെ പോകുന്നു എന്നുള്ള അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഇതിനെ ശരീരത്തിലേക്ക് കയറാനും ഒക്കെ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് മിക്സർ വരുന്നത്. ഇതിന് ഗോൾഡൻ മിൽക്ക് എന്ന് പറയാം. അതിൻ്റെ കളർ അങ്ങനെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ പറയാം, വലിച്ചിട്ടുന്നില്ല. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാൽ അല്ലെങ്കിൽ 1 ഗ്ലാസ് പാൽ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കുറച്ച് നമ്മുടെ പൈപ്പർ എന്ന് വെച്ചാൽ കുരുമുളക് പൊടി, അത് ലേശം ഇടാൻ പാടുള്ളൂ. ഇങ്ങനെ പിഞ്ച് ഇങ്ങനെ നുള്ളി എടുക്കൂലേ. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലൂടെ കുറച്ചിട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുക്കുമ്പോൾ 2000 ഇരട്ടി വരെ മഞ്ഞൾപ്പൊടിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തേക്ക് കയറുന്ന കൂടുന്നുള്ളതാണ്. അപ്പോൾ 1/2 ഗ്ലാസ് പാലിലേക്ക് 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് പാലിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കഴിവെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുക. നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇതെന്ത് ചെയ്യുക, ഭക്ഷണത്തിന് ശേഷം ഒരു നേരം, രാത്രി കഴിവൊന്നും ഒഴിവാക്കുക. ഉച്ചയ്ക്കോ രാവിലെ ഭക്ഷണ ശേഷം നിങ്ങൾ കുടിച്ചു കൊടുക്കുക. നല്ല റിസൾട്ട് കിട്ടും. തുമ്മലുള്ളവർക്ക്, അതുപോലെ ശരീരത്തിൽ അവിടെ വേണ്ടി നീർക്കെട്ട് വന്നിട്ട് വേദന ഉള്ളവർക്ക്, മുട്ടുവേദന, ജോയിൻ്റ് വേദന, പുറം വേദന, വെറുതെ വേദന, ഇങ്ങനത്തെ വേദനകൾക്കൊക്കെ ഉള്ള ആളുകൾക്ക്, ചെറിയൊരു ഉന്മേഷക്കുറവുള്ള ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശീലാക്കിയെടുക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, മിസ്രിയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ, മലപ്പുറം ജില്ല.